ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ദാവീദ് കണ്ടു, അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ളത്. സോ രണ്ട് സിനിമയെക്കുറിച്ചും ഒറ്റ വീഡിയോയിൽ പറയാം. ആദ്യം ദാവീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. കിഡിലൻ പടം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ തുടക്കത്തിൽ 5 മിനിറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഡയറക്ഷൻ സൈഡാണെങ്കിലും മ്യൂസിക് സൈഡാണെങ്കിലും മേക്കിംഗ് മൊത്തത്തിലൊരു റിച്ച് ഫീല് ഈ ഒരു സിനിമ തരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബോക്സിംഗ് പടമാണ്. അപ്പോൾ നമ്മുടെ പെപ്പെ ഇതിന് വേണ്ടിയിട്ട് ഒഫീഷ്യലി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബോക്സിംഗ് ലൈസൻസ് എടുക്കുന്ന നായകനാണ് പെപ്പയെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടിരുന്നു. എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഈ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെടിപ്പായിട്ട് തന്നെ മൂപ്പരത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടായിരുന്നത്. എസ്പെഷ്യലി ഈ സ്പോർട്സ് ഡ്രാമയിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ക്ലീഷേസ് അവർ ബ്രേക്ക് ചെയ്തിട്ട് ഇടിയിൽ കൂടെ കാര്യങ്ങൾ പറയുന്നതിന് പകരം കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവരാൻ ഇവർ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. അതായത് സ്ഥിരം കണ്ടുവരുന്ന ഒരു സിനിമയിൽ നമ്മുടെ നായകൻ ഉണ്ടാവുന്നു, നായകൻ എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോക്സിങ്ങിന് ഇറങ്ങുന്നു, വിൻ ചെയ്യുന്നു, ഇടിച്ച് പപ്പടാക്കുന്നു വില്ലനെ, അത് കഴിഞ്ഞാൽ പടം ശുഭം. ഇതിലൊരു മകളുടെ ഹീറോ ആണ് അച്ഛൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാവരുടെയും ഉമ്മർത്ത് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നതും അത്തരത്തിലുള്ള ഒരു റേഞ്ചിലാണ് അച്ഛൻ്റെ ക്യാരക്ടർ ഇതിൽ നിൽക്കുന്നത്. സോ അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതും അവിടുന്ന് ബോക്സിങ്ങിലേക്ക് ഇറങ്ങുന്നതും അവിടെ എങ്ങനെ ജയിച്ച് കയറുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. അച്ഛൻ മകൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇമോഷൻ, അതിന് നല്ലൊരു പങ്ക് ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഭാര്യയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ലിജോ മോള് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഗംഭീരമായിട്ടുള്ള ഇതുപോലത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എന്താ പറയുക ടോപ്പ് റേറ്റഡ് ആക്ട്രസിലേക്ക് ഇവർ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൽ പെപ്പയുടെ ക്യാരക്ടർ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൽ ലിജോ മോളുടെ ക്യാരക്ടർ വളരെ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ലിജോ മോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ നല്ല രസമാണ്. ആ ഒരു സാഹചര്യങ്ങൾ കാണിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് അവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഷ്ടം, പ്രേമം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവർക്കിടയിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തെടുത്തതും നല്ല രസമായിട്ടുണ്ട്. വളരെ സബ്റ്റിലായിട്ട് ഇവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ് ലിജോ മോള്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പെപ്പയുടെ ഇടി ഒരു ഒന്നൊന്നര ഇടിയാണ്. അതിലൊരു ഉദ്ഘാടന ചടങ്ങിന് പോകുമ്പോൾ ഒരു ഇടിയുണ്ട്, അതൊരു സ്ലോ മോഷനൊക്കെ വെച്ചിട്ടൊരു 4 പഞ്ച് ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുഞ്ഞ് ആക്ഷൻ സീക്വൻസ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കിക്ക് ഫീൽ ചെയ്തു. തുടർന്നുണ്ടാവുന്ന മുഹൂർത്തങ്ങൾ എന്ന് പറയുന്ന ഫാമിലി മുഹൂർത്തങ്ങൾ ഇന്റർവെല്ലിലേക്ക് എത്തുമ്പോൾ ഒരു ഹൈ മൊമെന്റിൽ നിർത്തുന്നു. പിന്നെ വിജയരാഘവനായിട്ട് വരുന്ന കോമ്പിനേഷൻ സീക്വൻസുകളൊക്കെ വെട്ടിച്ചില് സാധനങ്ങളായിരുന്നു. വിജയരാഘവനെ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പര് കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും ആശാൻ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ശരിക്കും ഉള്ള ഒരു ക്യാരക്ടറായിട്ട് പറയുന്നത് കേട്ടു. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ. ഇതിനിടയ്ക്ക് പെപ്പെ ഒരു ഇന്റർവ്യൂവിൽ ക്യൂ സ്റ്റുഡിയോസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പോകണം. അതായത് ബോക്സിംഗ് എന്ന് പറയുന്നതിനകത്ത് ഇടി കൊടുക്കുന്നത് മാത്രമല്ല, ഡിഫൻസിന് ഒരു പ്രത്യേകതയുണ്ട്, അതിലൊരു കിക്ക് ഉണ്ട് എന്നുള്ളത് പെപ്പെ പറഞ്ഞു. അതായത് ഇടി കിട്ടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും അതിനെ ഡിഫെൻസ് ചെയ്യുന്നതൊക്കെ നല്ല കിക്കുള്ളൊരു പരിപാടി. അതാണ് മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്പെ. അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് വിജയരാഘവനും ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻ വരുന്ന സമയത്ത് നല്ല രസമായിട്ട് നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. പിന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് എവിടെയും ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ഇനി വളരെ ചുരുക്കം ചില ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിനകത്ത് പ്രാക്ടീസിൻ്റെ സമയത്ത് കുറച്ച് ടിപ്പ് പറഞ്ഞു കൊടുക്കുന്ന സീൻസ് കുറച്ചധികം ഉണ്ട്. അധികം എന്ന് പറഞ്ഞാൽ കുറച്ച് നീളം കൂടുതലുണ്ട് ആ ഒരു സംഭവങ്ങൾക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര രീതിയിൽ വർക്കായ ഒരു സാധനം. ചിലവരെ സംബന്ധിച്ച് അതായത് ചില ആൾക്കാരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നവരിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്, വിജയരാഘവൻ്റെ ആ സ്ഥലത്തേക്ക് കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്തൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് അത് മാത്രമേ വേണമെങ്കിൽ ട്രിം ചെയ്യാമായിരുന്നുള്ളൂ, കട്ട് ചെയ്യാമായിരുന്നുള്ളൂ തോന്നിയൊരു സാധനം. എന്തായാലും പെപ്പെ പ്രാക്ടീസിന് ഇറങ്ങുന്ന സമയത്ത് ഒരു പാട്ടിൽ കൂടെ തന്നെയായിരിക്കും മിക്കവാറും സാധനങ്ങളൊക്കെ പോവുക. അപ്പം എന്തായാലും പിന്നെ അതിന് മുന്നേ വീണ്ടും ഒരു പാട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അതർവൈസ് പടം സെറ്റാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ ഇസ്മായിൽ എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. അങ്ങേരെ കണ്ടിട്ട് എൻ്റെ പൊന്നെ, ഒരു വില്ലനെ കണ്ടിട്ട് ഒരു ആരാധനയൊക്കെ തോന്നിയത് ഈ അടുത്ത കാലത്ത് ഇങ്ങേരെ കണ്ടിട്ടാണ്. വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണ്.
ഒരു രക്ഷയില്ലാത്ത പരിപാടി. പൊളി സാധനം. ബോഡിയാണെന്നുണ്ടെങ്കിലൊക്കെ എൻ്റെ മോനെ ആള് ഒരു രക്ഷയില്ല. ആള് 6ാമത്തെ വയസ്സ് മുതൽ ബോക്സിങ് പഠിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ എവിടെ കേട്ടത്. അതൊക്കെ എന്തായാലും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം അത് അങ്ങേര് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷനിസം മനസ്സിലാവും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സാധനം ജസ്റ്റിൻ വർഗീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. പാട്ടുകളും നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ വില്ലന് കൊടുത്തിട്ടുള്ള ഇസ്മായിൽ എന്ന് പറഞ്ഞ ആ ഒരു ആൾക്ക് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അങ്ങേര് കൊച്ചിയിലൊക്കെ വരുന്നൊരു സംഭവമുണ്ട്. അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള സ്കോറ് മോനെ തിയേറ്റർ ആ ഒരു ഫുള്ളൊരു ആംബിയൻസിലിരുന്ന് കേൾക്കുമ്പോണ്ടല്ലോ വേറെ വൈബാണ്. നമുക്ക് ആ ഒരു കിക്ക് ഫീൽ ചെയ്യും ശരിക്കും. അതുപോലെ തന്നെ പെപ്പയ്ക്ക് കൊടുത്തിട്ടുള്ള സ്കോർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വലിയൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാവീദ് എന്തായാലും തിയേറ്ററിൽ തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പക്ക തിയേറ്ററിക്കൽ എലമെൻ്റ് ആണ്. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കാണിച്ച് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു അപരാധം പടം കണ്ടു. അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എടുത്തത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അവരുടെ ആകെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ കൂടെ ഈ ഒരു അവഞ്ചേഴ്സിനെ വീണ്ടും റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം അത് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതല്ലാതെ ഈ ഒരു സിനിമയ്ക്കകത്ത് വല്ല തേങ്ങ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പുമില്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. ഒന്നിനും കൊള്ളാത്ത ഒരു ഡയറക്ഷനും ഒന്നിനും കൊള്ളാത്ത പെർഫോമൻസും ഒരു രക്ഷയില്ല. ഫാൽക്കണൊക്കെ നേരത്തെ ആ ഒരു ക്യാരക്ടറിൽ എന്താ പറയുക മനസ്സിൽ കയറിയിട്ടുള്ളൊരു സാധനമാണ്. ആളെ പിടിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കാന്നൊക്കെ പറയുമ്പോൾ ആളെ കൊണ്ടൊന്നും എടുത്താൽ പൊങ്ങില്ല. പിന്നെ ആ ഷീൽഡൊക്കെ എടുത്ത് പിടിക്കുന്ന എന്തോ ഒരു മാതിരി പപ്പടം കാച്ചിട്ട് എടുത്ത് കൈ പിടിച്ച് നടക്കണ പോലെയാണ് മൂപ്പര് അതും പിടിച്ച് ഇങ്ങനെ വെറുതെ നടക്കുന്നതൊക്കെ. അതിനൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു ഫീലൊന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. പിന്നെ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക ആക്ഷൻ സീക്വൻസുകളൊക്കെ കുറവാണ്. ആകെപ്പാടെ ഇടയ്ക്ക് ടീസ് ചെയ്ത് പോകുന്ന പോലെ കുഞ്ഞു 1-2 ആക്ഷൻ ഉണ്ട് എന്നുള്ളതല്ലാതെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്തോ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുക എന്നുള്ളതല്ലാതെ ഒരു വസ്തുവില്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. പിന്നെ ആകെ ഒരു റെഡ് ഹൾക്കായിട്ട് വരുന്ന ക്ലൈമാക്സിനകത്ത് വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ മൂഞ്ചിച്ച് അപരാധിച്ച് ഒരു കോപ്പിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആകെ ഈ ഒരു സിനിമയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവഞ്ചേഴ്സിനെ റീബിൽഡ് ചെയ്യുക അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സോ അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പടത്തിൽ ഒരു വസ്തു എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, നല്ല ആക്ഷൻ സീക്വൻസുകളില്ല, കഥാപരമായിട്ടൊരു പഞ്ച് തോന്നിക്കുന്ന ഒരു സാധനമില്ല, ഒന്നുമില്ല. പ്രത്യേകിച്ചൊരു തേങ്ങയില്ലാത്ത വെറുതെ OTT-യിലൊക്കെ വന്നാൽ നിങ്ങൾ മാർവൽ പടങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു സാധനം അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ 2 സിനിമയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.